ഗുഡ് മോർണിംഗ്. നമ്മളിനി പാഠം 8 അഖിലയുടെ സങ്കടമാണ് എടുക്കുന്നത്. അത് ഒരു കുട്ടി അഖില രശ്മിക്ക് അവളുടെ ഫ്രണ്ടിന് എഴുതുന്ന ലെറ്ററാണ്. അതിൽ നമ്മൾ ക്രിസ്മസിന് ന്യൂ ഇയറിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാർഡുകളും ഗിഫ്റ്റുകളൊക്കെ കൈമാറില്ലേ. അതുപോലെ അവളുടെ നിങ്ങളുടെ കൂടെ പഠിച്ച് പോയ കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും ഒരു ലെറ്റർ എഴുതുക. ഓക്കെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലെറ്റർ, അതിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് പിറന്നാളിനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് ക്ഷണിച്ചിട്ട് ഉള്ള ഒരു ലെറ്റർ, അതാണ് നിങ്ങൾ എഴുതുക. അതേപോലെ ലെറ്റർ എഴുതുമ്പോൾ ആദ്യം വലതുവശത്തായിട്ട് സ്ഥലത്തിൻ്റെ പേരും നിങ്ങൾ ഏത് ദിവസമാണോ എഴുതുന്നത് ആ ദിവസം ഡേറ്റും എഴുതുക. പിന്നെ നമ്മൾ സംബോധന ചെയ്യുക. എന്താണ് നമ്മൾ ഹായ് അല്ലെങ്കിൽ പ്രിയ, അവൾ എഴുതിയിരിക്കുന്നത് എന്താണ്, പ്രിയ രശ്മി, നീ അയച്ച ക്രിസ്മസ് കാർഡ് കിട്ടി, അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ആ ലെറ്റർ കണ്ടപ്പോൾ ആ കാർഡ് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. രശ്മി ആവശ്യപ്പെട്ടതുപോലെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ കഴിയാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അതായത് രശ്മി ആവശ്യപ്പെട്ടതുപോലെ അഖിലയ്ക്ക് രശ്മിയെ ക്രിസ്മസിന് വീട്ടിലേക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല, അതിൽ അഖിലയ്ക്ക് നല്ല വിഷമമുണ്ട് എന്നാണ് അവൾ പറയുന്നത്. കമ്പനി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് അച്ഛന് പണിയില്ലാത്തതിനാൽ ആഹാരത്തിന് പോലും ഞങ്ങൾ വിഷമിക്കുകയാണ്. അവൾ പാവപ്പെട്ട വീട്ടിലെയാണ്. അപ്പോൾ അവളുടെ അച്ഛൻ ഒരു കമ്പനിയിൽ ജോലിക്ക് പോകുന്നുണ്ട്. ആ കമ്പനി അടച്ചുപൂട്ടിയപ്പോൾ സമ്പാദ്യമൊന്നുമില്ല. ഇപ്പോൾ കൊറോണയൊക്കെയാണ്, ആരും ജോലിക്ക് പോകാതിരിക്കുമ്പോൾ കയ്യിൽ പൈസ ഇല്ല എന്ന് നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും പറയുന്നില്ലേ. അതുപോലെ അവർ അടച്ചുപൂട്ടിയത് കൊണ്ട് അച്ഛന് പണിയില്ലാത്തതിനാൽ ആഹാരത്തിന് പോലും ഭക്ഷണത്തിന് പോലും അവർ വിഷമിക്കുകയാണ് എന്നാണ് പറയുന്നത്. കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആരും വാങ്ങുന്നില്ലത്രേ. അവരുടെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന, അവരുടെ അച്ഛൻ്റെ കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആരും വാങ്ങുന്നില്ല. ഇതേ സാധനങ്ങൾ വിദേശ കമ്പനികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വില കുറച്ച് കൊടുക്കുന്നതാണ് കാരണം. അതായത് ഇവിടെ ഉണ്ടാക്കുന്ന അതേ സാധനം പുറത്ത് വിദേശത്തുള്ള അവിടുത്തെ കമ്പനികൾ കൊണ്ടുവരുമ്പോൾ അതൊരു മോഡിഫൈ ആയിട്ട് കളർഫുൾ ആയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് ആ സാധനങ്ങളാണ് ആളുകളൊക്കെ വാങ്ങിക്കുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊന്നുമേ വാങ്ങിക്കുന്നില്ല. അതുകൊണ്ടാണ് കമ്പനിയിൽ വർക്കില്ലാതായത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പോയാൽ ഈ നാട്ടിലെ ആളുകൾ പട്ടിണി കിടന്ന് ചത്തുപോകില്ലേ രശ്മി? ഇങ്ങനെ എല്ലാവരും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മുടെ നാട്ടിലെ ആൾക്കാർ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെന്താകും, പട്ടിണിയായിട്ട് ആഹാരം പോലും കിട്ടാതെ ഒന്നുമില്ലാതെ ചത്തുപോവില്ലേ എന്നാണ് അഖില ആരോട് ചോദിക്കുന്നത്, രശ്മിയോട് ചോദിക്കുന്നത്. സ്കൂളിൽ നിന്ന് സൗജന്യമായി കിട്ടിയ അരിയുടെ കഞ്ഞിയും ചെറുപയർ കറിയുമായിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. നമ്മൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയില്ലേ കഞ്ഞി, അതായത് അരിയും പയറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ചുറ്റിലും നക്ഷത്ര വിളക്കുകളും അലങ്കാര ദീപങ്ങളും മിന്നും തെളിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് മാത്രം ഇരുട്ടിൽ മുങ്ങിപ്പോയി. എല്ലാ ചുറ്റുമുള്ള വീടുകളിലെല്ലാം സ്റ്റാർസ്, അതേപോലെ ബൾബുകൾ, നല്ല അലങ്കാരത്തിലുള്ള ബൾബുകൾ എല്ലാം മിന്നിയുണ്ടാകുമ്പോൾ നമ്മുടെ വീട് മാത്രം, അഖിലയുടെ വീട് മാത്രം എന്തായിരുന്നു, ഇരുട്ടിലായിരുന്നു. ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം നേരിൽ പറയാമെന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ ഞാൻ പൊട്ടിക്കരഞ്ഞു പോകും. അതായത് ഇതെല്ലാം ഞാൻ നിന്റെ അടുത്ത് നേരിൽ വന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ കണ്ട മാത്രയിൽ കരയും, നിനക്കും സങ്കടമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ എനിക്കിത് നേരിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. ഇത്തവണ നിന്നെ ക്ഷണിക്കാൻ കഴിയാത്തതിൽ ക്ഷമിക്കുക. നമ്മുടെ സൗമിനി ടീച്ചർ പഠിപ്പിച്ചു തന്ന സോപ്പുണ്ടാക്കുന്ന വിദ്യ ഞാൻ അച്ഛനെ പഠിപ്പിച്ചു. നമ്മുടെ സൗമിനി ടീച്ചറെ പഠിപ്പിച്ചു തന്ന സോപ്പ് ഉണ്ടാക്കുന്ന വിദ്യ ഞാൻ അച്ഛനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന സോപ്പ് അറിയുന്നവരൊക്കെ വാങ്ങിയാൽ അച്ഛനൊരു വരുമാനമാകും. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ആ സോപ്പ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവരും വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛന് നല്ലൊരു വരുമാന മാർഗം ആകും. അടുത്ത പുതുവത്സര ദിനത്തിൽ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. അപ്പോൾ ഞാൻ അടുത്ത പുതുവത്സരത്തിന് ന്യൂ ഇയറിന് നിന്നെ ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് പോകും. അച്ഛനും അമ്മയ്ക്കും രമ്യ ചേച്ചിക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. അപ്പോൾ നിന്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും നിന്റെ ചേച്ചിക്കും എല്ലാം എൻ്റെ പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം ഒപ്പ്, അത് കഴിഞ്ഞ് അതിന് താഴെ എന്ത് ചെയ്തു, സ്നേഹപൂർവ്വം എന്ന് എഴുതിയിട്ട് അവൾ അഖിലയുടെ ഒപ്പിട്ടു. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ലെറ്റർ എഴുതുക. പിന്നെ ഇത് 5 times വായിക്കുക. ഓക്കെ, എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി പെൻസിൽ കൊണ്ട് അടിവരയിടുക. ക്ഷണിക്കാൻ വിദേശ കമ്പനികൾ, പട്ടിണി, സൗജന്യമായി, വിദ്യ, വരുമാനമാകും, ക്ഷമിക്കുക, പുതുവത്സര ദിനത്തിന്, ആഹാരത്തിന് പോലും അലങ്കാര ദീപങ്ങളും, പുതുവത്സര ആശംസകൾ. പിന്നെ ഈ കാർഡിലാണ് ലെറ്റർ എഴുതുന്നെങ്കിൽ അതിൽ ടു എഴുതാനുള്ളൊരു സ്ഥലങ്ങളുണ്ട്. അവിടെ ടു, നിങ്ങളുടെ ആർക്കാണോ നിങ്ങൾ ലെറ്റർ അയക്കുന്നത് അത് എഴുതുക. ഫ്രം ഉള്ളത് നമ്മൾ ആരാണോ അയക്കുന്നത് അത് എഴുതുക. ഓക്കെ, ഇനി ഒരിക്കൽ കൂടെ വായിച്ചു തരാം.
തോക്കുംപടി 26/12/2006. പ്രിയ രശ്മി, നീ അയച്ച ക്രിസ്മസ് കാർഡ് കിട്ടി. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. രശ്മി ആവശ്യപ്പെട്ടതുപോലെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ കഴിയാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കമ്പനി അടച്ചുപൂട്ടിയതിനെ തുടർന്ന് അച്ഛന് പണിയില്ലാത്തതിനാൽ ആഹാരത്തിന് പോലും ഞങ്ങൾ വിഷമിക്കുകയാണ്. കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ആരും വാങ്ങുന്നില്ലത്രേ. ഇതേ സാധനങ്ങൾ വിദേശ കമ്പനികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് വില കുറച്ച് കൊടുക്കുന്നതാണ് കാരണം. ഇങ്ങനെ പോയാൽ ഈ നാട്ടിലെ ആളുകൾ പട്ടിണി കിടന്ന് ചത്തുപോകില്ലേ രശ്മി? സ്കൂളിൽ നിന്ന് സൗജന്യമായി കിട്ടിയ അരിയുടെ കഞ്ഞിയും ചെറുപയർ കറിയുമായിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചത്. ചുറ്റിലും നക്ഷത്ര വിളക്കുകളും അലങ്കാര ദീപങ്ങളും മിന്നിത്തെളിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട് മാത്രം ഇരുട്ടിൽ മുങ്ങിപ്പോയി. ഇക്കാര്യങ്ങളെല്ലാം നേരിൽ പറയാമെന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ ഞാൻ കരഞ്ഞു പോകും, നിനക്കും സങ്കടമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഇത്തവണ നിന്നെ ക്ഷണിക്കാൻ കഴിയാത്തതിൽ ക്ഷമിക്കുക. നമ്മുടെ സൗമിനി ടീച്ചർ പഠിപ്പിച്ചു തന്ന സോപ്പ് ഉണ്ടാക്കുന്ന വിദ്യ ഞാൻ അച്ഛനെ പഠിപ്പിച്ചു. വെളിച്ചെണ്ണ ഉപയോഗിച്ചുണ്ടാക്കുന്ന സോപ്പ് അറിയുന്നവരൊക്കെ വാങ്ങിയാൽ അച്ഛനൊരു വരുമാനമാകും. അടുത്ത പുതുവത്സര ദിനത്തിന് ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. അച്ഛനും അമ്മയ്ക്കും രമ്യ ചേച്ചിക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. സ്നേഹപൂർവ്വം ഒപ്പ് അഖില. ഓക്കെ, നിങ്ങളിതൊരു 5 times വായിക്കുക. അതേപോലെ എല്ലാം എഴുതി പഠിക്കുക. ഓക്കെ.